ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ECHS സംബന്ധമായി ധാരാളം സംശയങ്ങൾ വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കുമുണ്ട്. ECHS സംബന്ധമായി നമ്മൾ വിമുക്ത ഭടന്മാരും ആശ്രിതരും അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ECHS അഥവാ എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം, ഇത് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം 2003 ആരംഭിക്കുന്നത്. വിരമിച്ച ഇന്ത്യൻ സായുധ സേനാംഗങ്ങൾക്കും അവരുടെ യോഗ്യരായ ആശ്രിതർക്കും പണരഹിതവും ഗുണനിലവാരമുള്ളതുമായ വൈദ്യസഹായം നൽകുന്ന ഒരു സമഗ്ര ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണിത്. ആദ്യം നമുക്ക് ECHS ഫെസിലിറ്റി ആർക്കൊക്കെ ലഭിക്കുമെന്ന് മനസ്സിലാക്കാം. ഒന്നാമതായി ആർമി, നേവി, എയർഫോഴ്സ് എന്നീ സായുധ സേനകളിൽ നിന്നും വിരമിച്ചവർക്ക്. രണ്ടാമതായി MNS അഥവാ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ നിന്നും വിരമിച്ചവർക്ക്. മൂന്നാമതായി ആസാം റൈഫിൾസിൽ നിന്നും വിരമിച്ചവർക്ക്. നാലാമതായി NCCയിൽ നിന്നും ഫുൾ ടൈം ഓഫീസറായി വിരമിച്ചവർക്ക്. അഞ്ചാമതായി DSC അഥവാ ഡിഫൻസ് സെക്യൂരിറ്റി കോറിൽ നിന്നും വിരമിച്ചവർക്ക്. ആറാമതായി TA അഥവാ ടെറിട്ടോറിയൽ ആർമിയിൽ നിന്നും വിരമിച്ചവർക്ക്. ഏഴാമതായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ യൂണിഫോംഡ് സർവീസ് ചെയ്ത് വിരമിച്ചവർക്ക്. എട്ടാമതായി APS അഥവാ ആർമി പോസ്റ്റൽ സർവീസിൽ നിന്നും വിരമിച്ചവർക്ക്. ഒൻപതാമതായി ഷോർട്ട് സർവീസ് കമ്മീഷൻഡ് ഓഫീസേഴ്സിന്. പത്താമതായി വേൾഡ് വാർ II പങ്കെടുത്ത സൈനികർക്ക്. 11ാമതായി ECOs അഥവാ എമർജൻസി കമ്മീഷൻഡ് ഓഫീസേഴ്സ്. ഇവർ 1962, 1965, 1971 യുദ്ധസമയത്ത് എമർജൻസിയായി കമ്മീഷൻ ചെയ്യുകയും യുദ്ധത്തിന് ശേഷം ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തവരാണ്. ECHS ഫെസിലിറ്റി ലഭിക്കാനായി വൺ ടൈം കോൺട്രിബ്യൂഷൻ അഥവാ ഒറ്റത്തവണയായി ഒരു എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടതായുണ്ട്. NCOസിനും അതർ റാങ്ക്സിനും 30,000 രൂപയും JCOസിന് 67,000 രൂപയും ഓഫീസേഴ്സിന് 1,20,000 രൂപയുമാണ് വൺ ടൈം കോൺട്രിബ്യൂഷനായി നൽകേണ്ടത്. എന്നാൽ വാർ വിഡോസിനും ബാറ്റിൽ കാഷ്വാലിറ്റീസിനും ഈ വൺ ടൈം കോൺട്രിബ്യൂഷൻ നൽകേണ്ടതില്ല. അതോടൊപ്പം 1 ജനുവരി 1996 മുൻപ് വിരമിച്ചവർക്കും ഇത് നൽകേണ്ടതില്ല. ഇനി ECHS എംപാനൽഡ് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആകുമ്പോൾ ഏതെല്ലാം റൂമുകൾ ആർക്കൊക്കെ ലഭിക്കുമെന്ന് നോക്കാം. NCOസിനും അതർ റാങ്ക്സിനുമായി ജനറൽ വാർഡും JCOസിനായി സെമി പ്രൈവറ്റ് റൂമും ഓഫീസേഴ്സിനായി പ്രൈവറ്റ് റൂമുമാണ് ലഭിക്കുക. ECHS ഫെസിലിറ്റി എടുക്കണമെന്നത് നിർബന്ധമാണോ? അതെ. 1 ഏപ്രിൽ 2003 ശേഷം വിരമിച്ചവർക്കെല്ലാം ECHS ഫെസിലിറ്റി നിർബന്ധമാണ്. എന്നാൽ വൺ ടൈം കോൺട്രിബ്യൂഷൻ നൽകാത്ത പക്ഷം ECHS ഫെസിലിറ്റി ലഭിക്കില്ല. എന്നാൽ അതോടൊപ്പം FMA അഥവാ ഫിക്സഡ് മെഡിക്കൽ അലവൻസ് ആയ എല്ലാ മാസവും ലഭിക്കുന്ന 1000 രൂപയും ഇവർക്ക് ലഭിക്കില്ല. ഇനി നമുക്ക് വിമുക്ത ഭടൻ്റെ ആശ്രിതർക്ക് ആർക്കൊക്കെ ECHS ഫെസിലിറ്റി ലഭിക്കുമെന്ന് നോക്കാം. വിമുക്ത ഭടൻ്റെ ഭാര്യയ്ക്ക് ആജീവനാന്തം ECHS ഫെസിലിറ്റി ലഭിക്കും. വിമുക്ത ഭടൻ്റെ മാതാപിതാക്കൾക്ക് മാസവരുമാനം 9,000 രൂപയോ അതിൽ കുറവോ ആണെങ്കിൽ ECHS ഫെസിലിറ്റി ലഭിക്കും. വിമുക്ത ഭടൻ്റെ മകന് 25 വയസ്സിൽ കുറവായിരിക്കണം പ്രായം. അതോടൊപ്പം വിവാഹിതനായിരിക്കരുത്. സ്വന്തമായി ജോലി ഉണ്ടായിരിക്കരുത്. ഈ കണ്ടീഷനുകളിൽ ECHS ഫെസിലിറ്റി ലഭിക്കും. വിമുക്ത ഭടൻ്റെ മകൾക്ക് ഏജ് ലിമിറ്റ് ഇല്ലെങ്കിലും വിവാഹിതയായിരിക്കരുത്. അതോടൊപ്പം ജോലി ഉണ്ടായിരിക്കരുത്. വിമുക്ത ഭടൻ്റെ പെർമനൻ്റ് ഡിസബിലിറ്റി ഉള്ള മക്കൾക്ക് ECHS ഫെസിലിറ്റി ആജീവനാന്തം ലഭിക്കും. എന്നാൽ വിവാഹിതനോ വിവാഹിതയോ ആയിരിക്കരുത്. അതോടൊപ്പം മാസവരുമാനം 9,000 രൂപയോ അതിൽ കുറവോ ആയിരിക്കണം. അതുപോലെ തന്നെ വിമുക്ത ഭടൻ്റെ വിധവയോ വിവാഹബന്ധം വേർപെടുത്തിയതോ ആയ മകൾക്കും അവരുടെ മക്കൾക്കും ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ECHS ഫെസിലിറ്റി ലഭിക്കും. അടുത്തത് ആനുവൽ വാലിഡേഷൻ ഓഫ് ECHS കാർഡ്. വിമുക്ത ഭടൻ്റെ മാതാപിതാക്കളുടെയും 18 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള മക്കളുടെയും ECHS കാർഡുകൾ എല്ലാ വർഷവും പുതുക്കേണ്ടതുണ്ട്.
അതിനായി ഓൺലൈനായി ഇൻകം സർട്ടിഫിക്കറ്റോ ഫോം 26ASO അപ്ലോഡ് ചെയ്താൽ മതിയാകും. അല്ലാത്ത പക്ഷം അവരുടെ കാർഡുകൾ ബ്ലോക്ക് ആകുന്നതാണ്. എന്നാൽ 80 വയസ്സിന് മുകളിലുള്ള മാതാപിതാക്കൾക്കും പെർമനൻ്റ് ഡിസബിലിറ്റി ഉള്ള മക്കൾക്കും ആനുവൽ വാലിഡേഷൻ ചെയ്യേണ്ടതില്ല. ECHSൽ ചികിത്സയ്ക്ക് ലിമിറ്റ് ഒന്നുമില്ല. അതായത് നമുക്ക് വർഷത്തിൽ എത്ര രൂപയുടെ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിലും നടത്താം. എന്നാൽ ഇംപ്ലാന്റുകൾക്കും ചില ഡിവൈസുകൾക്കും അതുപോലെ ചില സ്പെഷ്യലൈസ്ഡ് പ്രൊസീജിയറുകൾക്കും മാക്സിമം സീലിംഗ് ലിമിറ്റ് ഉണ്ട്. ഉദാഹരണത്തിന് പേസ് മേക്കർ, DBS ബാറ്ററി, പമ്പ് ബാറ്ററി, DBS ഇംപ്ലാന്റ്, കൊറോണറി സ്റ്റെൻറ്റ്, നീ ഇംപ്ലാന്റ്, നീ റീപ്ലേസ്മെൻറ്റ് ഇംപ്ലാന്റ്സ്, ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് ഇംപ്ലാന്റ്സ്, സ്പൈൻ ഇംപ്ലാന്റ്സ്, ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സ്, ബൈ ലെവൽ വെന്റിലേറ്ററി സിസ്റ്റം, CPAP മെഷീൻ തുടങ്ങിയവയ്ക്ക് ഒരു സീലിംഗ് ലിമിറ്റ് ഉണ്ട്. ബാക്കി തുക പേഷ്യൻ്റ് നൽകേണ്ടതായി വരും. അടുത്തത് റെഫറൽ. റെഫറലിന് 3 മാസത്തെ കാലാവധിയാണ് ഉള്ളത്. ഒരു റെഫറലിൽ 6 കൺസൾട്ടേഷൻ വരെ എടുക്കാൻ സാധിക്കും. അതോടൊപ്പം ഇതിൽ 3 സ്പെഷ്യലിസ്റ്റുകളെ ഒരേ ഹോസ്പിറ്റലിൽ ഒരു റെഫറലിൽ കാണാനും സാധിക്കും. റെഫറലിൽ 3000 രൂപയോ അതിൽ കുറവോ ഉള്ള ടെസ്റ്റുകൾ ചെയ്യാവുന്നതാണ്. എന്നാൽ 3000-ന് മുകളിലുള്ള ടെസ്റ്റുകൾക്ക് പ്രത്യേകം റെഫറൽ വാങ്ങേണ്ടതായി വരും. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ആദ്യ റെഫറലിൽ തന്നെ ഏത് ടെസ്റ്റും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 70 വയസ്സിന് മുകളിലുള്ളവർക്ക് റെഫറൽ ഇല്ലാതെ തന്നെ കൺസൾട്ടേഷൻ നടത്താവുന്നതുമാണ്. ECHSൽ ആർക്കൊക്കെ പ്രിയോറിറ്റി ലഭിക്കും? ബാറ്റിൽ കാഷ്വാലിറ്റീസിനും ഡിസേബിൾഡ് ഡിപ്പെൻഡൻസിനും 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഫസ്റ്റ് പ്രിയോറിറ്റി ലഭിക്കും. എമർജൻസി സിറ്റുവേഷനിൽ ECHS റെഫറൽ ഇല്ലാതെ തന്നെ എംപാനൽഡ് ഹോസ്പിറ്റലുകളിൽ പോകാവുന്നതാണ്. അടുത്ത എംപാനൽഡ് ഹോസ്പിറ്റൽ ഇല്ലാത്ത പക്ഷം മറ്റു ഹോസ്പിറ്റലുകളിൽ പെയ്ഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് പെയ്ഡ് ട്രീറ്റ്മെൻറ്റിൻ്റെ റീഇംബേഴ്സ്മെൻറ്റ് ലഭിക്കുന്നതാണ്. എന്നാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അഡ്മിറ്റായി 48 മണിക്കൂറിനുള്ളിൽ പേരൻറ്റ് പോളിക്ലിനിക്കിൽ അറിയിക്കേണ്ടത് നിർബന്ധമാണ്. ഇനി ECHSൻ്റെ ടൈമിംഗ്. നോർമൽ OPD രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ. എമർജൻസി OPD 3 മണി മുതൽ 4 മണി വരെ. സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ. ഇനി ECHSൽ നിന്നും ലഭിക്കുന്ന മെഡിസിൻ. സാധാരണ ECHSൽ നിന്നും 30 ദിവസത്തെ മരുന്നുകൾ ലഭിക്കും. ക്രോണിക്കായുള്ള അസുഖങ്ങൾക്ക് 90 ദിവസത്തെ വരെ മരുന്നുകൾ ലഭിക്കും. വിദേശത്തേക്ക് പോകുന്നവർക്ക് 180 ദിവസത്തെ മരുന്നുകൾ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.